എബ്രായർ അധ്യായം 1. ദൈവം പണ്ട് ഭാഗമായി വിവിധ മാർഗങ്ങളിലൂടെ പ്രവാചകന്മാർ മുഖേന പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവിടുന്ന് പുത്രനെ സകലത്തിനും അവകാശിയാക്കി നിയമിച്ചു. അദ്ദേഹത്തിലൂടെ ലോകത്തെ സൃഷ്ടിച്ചു. പുത്രൻ ദൈവതേജസ്സിന്റെ പ്രഭയും അവിടുത്തെ നന്മയുടെ സാക്ഷാൽ പ്രതിരൂപവും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമത്രേ. പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തിയ ശേഷം അവിടുന്ന് ഉയരത്തിൽ ദൈവമഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. അങ്ങനെ അവിടുന്ന് ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്നും ഞാൻ അവന്റെ പിതാവും അവൻ എന്റെ പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? വീണ്ടും ദൈവം തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൈവദൂതന്മാരും അവനെ ആരാധിക്കണം എന്ന് അരുളി ചെയ്യുന്നു. താൻ ദൂതന്മാരെ കാറ്റുകളും തന്റെ സേവകന്മാരെ അഗ്നിജ്വാലകളുമാക്കുന്നു എന്നിങ്ങനെ ദൂതന്മാരെ കുറിച്ച് അവിടുന്ന് പ്രസ്താവിക്കുന്നു. എന്നാൽ പുത്രനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ദൈവമേ, അവിടുത്തെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോൽ തന്നെ. അങ്ങ് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കയാൽ ദൈവം അങ്ങയുടെ ദൈവം തന്നെ. കൂട്ടുകാരിൽ പരമായി അങ്ങയെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. മാത്രമല്ല കർത്താവേ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. അങ്ങ് അവയെ മേലങ്കി പോലെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങ് അനന്യനായി നിലകൊള്ളും. അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ?